ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഏത് സന്തോഷത്തിന് പിന്നിലും ഒരു ദുഃഖം ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ കണക്കുണ്ട്, അതനുസരിച്ച് കിട്ടുമ്പോൾ സന്തോഷിക്കും, അതനുസരിച്ച് കണ്ടില്ലെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടാകും. നമ്മുടെ തന്നെ സൃഷ്ടിയാണ് ദുഃഖവും, നമ്മുടെ തന്നെ സൃഷ്ടിയാണ് സന്തോഷവും. നമ്മൾ ചിലത് കണക്ക് കൂട്ടി അത് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, ആ കണക്കൂട്ടിൽ കനച്ച് കിട്ടിയില്ലേ ദുഃഖിക്കുന്നു. ഇത് നമ്മുടെ സൃഷ്ടിയാണ്. ആ മനസ്സിനെ പരമാത്മാവിലേക്ക് കൊടുക്കുക, ആ സമർപ്പണം. ആ ഒരു രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാകാതിരിക്കുകയില്ല, ഉണ്ടാകും. ഒരു സാധകൻ കഷ്ടത്തിൽ വരുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ലോക സ്വഭാവം അനുസരിച്ച്, ലോകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പല അപകീർത്തികളും പ്രശ്നങ്ങളും വരാം. കാരണം എല്ലാവരും പല സൈസ് സ്വഭാവക്കാരാണ്. നമ്മുടെ മനസ്സിനെ പരമാത്മാവ് സമർപ്പിച്ച് ആ തത്വം മനസ്സിലാക്കി പോകുമ്പം ഇതൊക്കെ കണ്ടു സാക്ഷിയായി മാറുമെന്ന് കാണാൻ സാധിക്കും. മഹാഭാരതവും ഭാഗവതമൊക്കെ എടുത്തു നോക്കിയാൽ പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒന്നിനെയും തള്ളിയൊരു കഥയില്ല. എല്ലാത്തിനും അംഗീകരിച്ചുകൊണ്ടാണ് മഹാഭാരതവും രാമായണവും അല്ലെങ്കിൽ ഭാഗവതവും. എല്ലാ ജീവജാലങ്ങളെയും, ഒരു ജീവജാലങ്ങളെയും തള്ളുന്നില്ല, എല്ലാത്തിനെയും അംഗീകരിച്ചാണ്. എല്ലാം ഓരോരോ കഥാപാത്രങ്ങളാണ്, പരസ്പരം സഹായിച്ചും ഒക്കെയാണ് നമുക്ക് കാണിച്ചത്. പറയാൻ ലക്ഷക്കണക്കിനുണ്ട്, പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്ത് പറയാം. ജടായു പക്ഷി കണ്ട് സീതയും രാവണൻ കൊണ്ടുവന്നത്. പക്ഷെ ആ ജടായു പക്ഷിക്ക് അറിയാം ഇയാൾ ചെയ്യുന്ന അധർമ്മമാണ്, പക്ഷെ ഇയാളുമായി യുദ്ധം ചെയ്താൽ എനിക്ക് സീതയെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്നുള്ള അറിയാം. എന്നാലും ജടായു പക്ഷി ചിന്തിച്ചത് പറ്റിയില്ലേലും നമുക്കൊന്ന് പൊരുതി നോക്കാം എന്നും പറഞ്ഞാണ് പൊരുതാൻ പോയി. അയാൾ വലുതാണ്, ഞാൻ ചെറുതാണ് എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നില്ല, കഴിവില്ല എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. ധർമ്മത്തിന് വേണ്ടി ആ പക്ഷി പൊരുതി. അപ്പോൾ ആ ധർമ്മത്തിന് വേണ്ടി പൊരുതി അങ്ങനെ വീണു. ആ ധർമ്മത്തിന് വേണ്ടി പൊരുതി കൊണ്ട് രാമൻ്റെ ദർശനവും കിട്ടി. രാമനെ കണ്ടാണ് പിന്നെ മരിക്കുന്നത്. അപ്പം ചെറിയൊരു പക്ഷിയാണേലും ആ ധർമ്മത്തിന് വേണ്ടി പൊരുതിയായിട്ട് കാണിക്കും. ജടായു പക്ഷി എന്നെ തന്നെ കൊണ്ട് കെട്ടത്തില്ല, അറിയാം. പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും പ്രയത്നിക്കായിരുന്നില്ല. പറ്റുന്നത് ശ്രമിക്കാം, ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് നല്ല ശ്രമിച്ച് നോക്കാം, വിജയിച്ചാലോ ഇല്ലല്ലോ, ലോട്ടറി എടുക്കുന്നവരാ. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് പൊരുതാൻ പോയതും. ആ ധർമ്മത്തിന് വേണ്ടി പൊരുതി. പക്ഷേ ഭഗവാൻ വരെ ജീവൻ കടന്നു, ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. മാത്രമല്ല, ഈശ്വരന് ആരുടെ ഉപദേശം ആവശ്യമില്ലെങ്കിലും ഈ വഴി കൂടാണ് പോയത്, ഇങ്ങനെ കൊണ്ടുപോയെന്നുള്ള അടയാളവും കൊടുത്തു. നമ്മുടെ ഓരോ സൽപ്രവൃത്തിയും ഈശ്വരനിലേക്കുള്ള പാത തെളിക്കുകയാണ്. അനൻ്റെ പാതയുടെ മുള്ളു മാറ്റുന്നവൻ സ്വന്തം പാതയിൽ പുഷ്പം വിടർത്തുമെന്നാണ്. നമ്മുടെ പാതയിലെ മുള്ളും നമ്മുടെ പാതയിലെ പുഷ്പം നമ്മൾ തന്നെ, നമ്മുടെ പാതയിലെ വെളിച്ചവും ഇരുട്ടും നമ്മൾ തന്നെ. അത് കഴിഞ്ഞ് രാമായണത്തിൽ നമുക്കറിയാം വേറൊരു കഥ. അണ്ണാൻ കുഞ്ഞിൻ്റെ സീതയെ കൊണ്ടുവരാൻ പാലം കെട്ടുന്ന സമയത്ത് കുരങ്ങന്മാരെല്ലാം വലിയ 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 കല്ല് കൊണ്ടുവരുന്നു. അപ്പോൾ എൻ്റെ ഭഗവാന് ഞാൻ എന്ത് ചെയ്യും ഈശ്വര, എന്നെക്കൊണ്ട് എന്ത് പറ്റുമെന്ന് തോന്നിയപ്പോഴാണ്, ചിന്തിച്ചപ്പോഴാണ് അണ്ണാൻ തോന്നി ആ വെള്ളത്തിൽ പോയി മുങ്ങുക, മണ്ണിൽ പോയി ഉരുളുക, ആ പാലം കെട്ടുന്നിടത്ത് കൊണ്ടുവന്ന് ആ മണ്ണവിടെ കുടഞ്ഞിടുക, പിന്നെയും മണ്ണിൽ ഉരുളുക, പിന്നെ അവിടെ വന്ന് കുടഞ്ഞിടുക, പിന്നെയും ഉരുളുക, ഉടഞ്ഞിടുക. അപ്പോഴാണ് രാമൻ വന്ന് കണ്ടത് ഈ എണ്ണാൻ കുഞ്ഞിന് ഒന്നും കഴിവില്ലെങ്കിലും തൻ്റെ മനസ്സ്, തൻ്റെ പ്രഭുവിന് തനിക്കുണ്ടാകുന്ന എണ്ണം, ആ മനോഭാവം കണ്ടപ്പോൾ
രാമന് കാരുണ്യം തോന്നി തടയുന്നതാണ് ആ മൂന്നുകാരൻ. അപ്പോൾ രാമൻ ഈശ്വരനാണ്. എന്നിട്ട് ആ ജീവിയെ കയ്യിലെടുത്തിട്ട് നന്ദി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിനോടും നന്ദി ഈശ്വരൻ പോലും കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചെയ്തവനോട് നന്ദി പുലർത്തുക. ഇതെല്ലാം ചെറിയ ജീവിയാണെങ്കിലും വലിയ മനസ്സിനെ സ്വീകരിക്കാനുള്ള ആ മനോഭാവമുണ്ട്. കാരണം തന്നെക്കൊണ്ട് കഴിവില്ല എന്ന് ചിന്തിച്ചില്ല. തനിക്ക് പറ്റുന്ന ചെയ്യുക, തനിക്ക് പറ്റുന്ന ചെയ്യുക. കഴിവില്ല, മറ്റവരൊക്കെ വലിയവരാണ്, ഞാൻ ചെറിയവരാണ് എന്ന് മാറി നിന്നില്ല. അതുപോലെ നമുക്ക് ഈ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് നമുക്ക് പറ്റുന്നത് ചെയ്യാം. പറ്റുന്നത് ചെയ്ത് വന്നാൽ പഴയതിലുപരിയായി പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഓരോ ജീവജാലങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളെ, പക്ഷികളെ, കല്ല് പോലും ഒന്നിനെയും തള്ളാതെ എല്ലാത്തിനെയും അതുപോലെ എടുത്തിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ലാത്തതില്ല, പക്ഷെ എൻ്റെ സ്ഥാനത്ത് കണ്ട് നമ്മൾ പോകണമെന്ന് മാത്രമാണ്. അപ്പോൾ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതില്ല, എല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക പരസ്പരം. നമ്മൾ മാത്രം ദ്രോഹിച്ചും എടുത്തും നശിപ്പിച്ചും പോവുകയാണ്. എല്ലാത്തിനോടും ആദരവ് കാണിക്കുകയും വേണം. പക്ഷെ നമ്മൾ ഈ ജന്മം പരമാത്മാവാണ് ലക്ഷ്യം, അതാണ് സാക്ഷാത്കരിക്കേണ്ടത്. അത് ജീവിച്ചിരിക്കുമ്പോൾ വേണം. ഭൂമിയിലാണ് ഈ സ്വർഗം, ആകാശത്തിലല്ല. സൂര്യന് മെഴുകുതിരിയുടെ ആവശ്യമില്ല, നദിക്ക് പ്രത്യേകിച്ചൊരു ദാഹമില്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം നദിക്കില്ല. പക്ഷെ നമ്മുടെ ഓട പോലുള്ള മനസ്സാണ്. അപ്പോൾ ഓട പോലുള്ള മനസ്സ് നദിവെള്ളം കോരി വൃത്തിയാക്കുന്നത് പോലെ ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈശ്വരപ്രമോ എന്ന ഫിൽറ്റർ കൊണ്ടേ ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ഈശ്വരനാകുന്ന ടോർച്ച് കൊണ്ടേ അന്ധകാരം താണ്ടാൻ പറ്റുള്ളൂ. ശരണാഗതിയുടെ തത്വം, ഞാൻ ആരുമല്ല, എല്ലാം അവിടുന്നാണ്. അതുകൊണ്ട് ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് ഉണരുക എന്നുള്ളൊരു തത്വമാണ്. പദം പദം കിലങ്ങവൾ ഉറഞ്ഞുറഞ്ഞു ലാസ്യമാർന്നു നൃത്തമാടികാലിക ചിലങ്കകൾ പദം പദം കിലങ്ങവൾ ഉറഞ്ഞുറഞ്ഞു ലാസ്യമാർന്നു നൃത്തമാടികാലിക കുലുങ്ങിയാടി വാളിളക്കി വൈരവി മനസ്സറിഞ്ഞു തള്ളി അട്ടഹാസം ക്ഷണം കുലുങ്ങിയാടി വാളിളക്കി വൈരവി മനസ്സറിഞ്ഞു തള്ളി എന്റെ ഞാനിനെ ചിലങ്കകൾ പദം പദം കിളിങ്ങവേ ഉറഞ്ഞുറഞ്ഞു ലാസ്യമാൻ തെളിഞ്ഞു മാഞ്ഞ
ചിത്രജാലമായ സൃഷ്ടിയെ അമ്പ നിന്നെ ഞാൻ മറന്നതിന്റെ കുറ്റമാകുല അമ്പ നിന്നെ ഞാൻ മറന്നതിന്റെ കുറ്റമാകുല അമ്പ നിന്നെ ഞാൻ മറന്നതിന്റെ കുറ്റമാകുല ദേവകൾ ത്രിമൂർത്തികൾ മഹർഷികൾ സമസ്തരും മായ കളിച്ചിടുന്നതല്ലയോ ദേവകൾ ത്രിമൂർത്തികൾ മഹർഷികൾ സമസ്തരും ദേവനിന്റെ മായയിൽ കളിച്ചിടുന്നതല്ലയോ ചിലം ചിലം ചിലങ്കകൾ പദം പദങ്കിലും ക്ഷണം കുലുങ്ങിയാടുവാനിടയ്ക്ക് വൈരവി നിറഞ്ഞ പൂനിലാവു പോലെ പുഞ്ചിരിച്ചു പാടിയ മനസ്സിലാവ് ശാന്തി പോലെ പുഞ്ചിരിച്ചു പാടുക മനസ്സിലാക്കി ശാന്തി ചിലം ചിലം ചിലങ്കകൾ പദം പദം വിലുങ്ങകൾ വിസ്മരിച്ചു തെറ്റു ഭക്തി മാത്രമാശ്രയം നിന്റെ പ്രേമ ഭക്തി മാത്രമാശ്രയം നിന്റെ പ്രേമ ഭക്തി മാത്രമാശ്രയം സ്മരിച്ചു നിന്നെ എപ്പോഴും മരിക്കലും സ്മരിച്ചിടാം എപ്പോഴും ഒരിക്കലും സ്മരിച്ചിടാം ചിലം ചിലം ചിലങ്കകൾ ക്ഷണം ക്ഷണം കുലുങ്ങിയാടുവാനിടയ്ക്ക് ഭൈരവി ചിലങ്കകൾ പദം പദം വിലുങ്ങവേ ചിലങ്കകൾ പദം പദം വിലുങ്ങവേ നൃത്തമാടി
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. When we look at the towering personality of Bhishma, in addition to being an invincible warrior, Bhishma was also well versed in all the Vedas, Vedangas, Darshanas, Dharma Shastras, political science, good governance, and all the other sacred books, texts. And this is to say that when Bhishma, a repository of wisdom, someone who was supposed to set an example to everyone else, abstained from raising his voice against the appalling situation where Draupadi's sari was stripped off. The gravity of the error and his responsibility of allowing such an outrageous incident to take place becomes unpardonable. And finally, he fought on the side of the Kauravas, the unrighteous people, even though he had the choice to change sides. All because of an oath that he took in the past. And this is what happens when you give undue importance to the past. Your attachment to the almost unimportant past becomes a burden to you, the people around you, and the entire society. It could even lead to destruction of a nation, especially when the person is a stalwart like Bhishma. With immeasurable power at his disposal, Bhishma failed to rise above the most crucial situations when his intervention would have created a huge impact, a big difference. On the other hand, he got involved in seemingly trivial things such as the marriage of his father, stepbrothers and nephews, etc. By doing so, he invited the curse of several innocent women and bad blood between the Spartan and the other powerful kings of his time. In contrast, what if Bhishma, the extraordinarily gifted godlike personality with his superhuman powers, stood on the side of Dharma? What if he were firm in his opinions and judgments? What if he raised his voice against the adharmic actions of the Kauravas? What if he wasn't so attached to pseudo-loyalty? What if he could let go of his clinging to the oath he took in the past? Unfathomable would have been the contribution he would have offered to society, to people of an entire nation. But alas, he wasted all that for nothing, for unreasonable things. Though an unfulfilled life, Bhishma teaches us many valuable lessons that are relevant in the modern day world. Remarkable and exceptionally skilled personalities such as Bhishma existed not only 5,000 years ago, but we had people with similar disposition in all ages, even today. We can see Bhishmas in almost all areas of life. Bhishma was not a self-realized soul, but he was an extraordinarily skilled person, a learned person with superhuman powers. So from a different angle, Bhishma's life also gives us a warning, a powerful reminder. Be a Bhishma in heart, in thought, in knowledge, in wisdom, in skills, in strength. Be determined, fearless and courageous like him. However, when it comes to choosing the path of Dharma, never think twice. Bhishma was a highly knowledgeable and eminent scholar in various sciences. He was a loving, just and righteous great-grandsir for the entire clan who was revered by everyone. Unfortunately, he antagonized several powerful kings of those times, not for his personal benefit, but for his family members. Although his oath
to remain a celibate throughout his life has been glorified and interpreted as a noble act of self-sacrifice. The fact that he took the vow only to gratify his father's selfish desire to marry Satyavati makes the decision superfluous and imprudent. And additionally, he gave too much importance to conventional thinking. When everything was spinning out of control, the learned and the much celebrated old god miserably failed to practice what he learned from his preceptors, who were great sages, and from the scriptural texts. Even while the Kauravas displayed their cruel, inhuman shamelessness and unrighteous activities of plotting against the Pandavas right under the nose of the powerful Bhishma, he did not do anything to stop them from being atrocious. As a man of immense strength, dexterity and wisdom, he could have been a much more impactful role model. Owing to his misplaced loyalty to the ruling king, Bhishma gave a somewhat injudicious interpretation when asked about dharma and maintained a sheepish silence when one of the most abusive incidents of disrobing Queen Draupadi was displayed in the open court. He had the knowledge, proficiency, and information, but he did not use his potential during the most challenging situations. And we see many Bhishmas around us who act in the same way, who lead an unfulfilled life. Maybe each one of you is a Bhishma. You have the potential, but be it dharmic, most important. Otherwise, it will lead you it will pave the path of destruction, if dharma is not the core principle in your life. The next character is Kundi. In the modern day world, we hear so many gender-specific problems such as a male dominance in the family and the workplace, female feticide, underestimating women's intellectual capacity, etc. Nonetheless, in ancient India, the situation seemed different. Women exercised a fairly good amount of freedom in almost all areas of life, namely family affairs, decision-making, education, marriage, selecting partners, swayamvara, remarriage, etc. It is said that both polygamy and polyandry existed during the Vedic period, even though the Vedic period was supposed to be the crescendo of women empowerment, the golden era when women enjoyed greater freedom.